വൈദ്യുതി ഇതുവരെ പവർ കട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഏതാണ്ട് 100 ചെറിയ തോതിലാണ് ജലവൈദ്യുത പദ്ധതിയിലുള്ള ഉൽപാദനം വർദ്ധിച്ചത്. ഇവരൊരു ഉൽപാദനവും നടത്തിയിട്ടില്ല, ഒരു ജനറേഷൻ കൂടിയിട്ടില്ല. മാത്രമല്ല, അതിൻ്റെ അകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് പവർ കട്ട് ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് പവർ കട്ട് വന്നെന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പവർ കട്ടുണ്ട്. ഈ പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ കോറിഡോർ ഇല്ല. പവർ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സമയത്ത് അത് ഉമ്മൻചാണ്ടിയും ശ്രീ ആര്യാടൻ മുഹമ്മദും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ പവർ കോറിഡോറിൽ കേരളത്തിന് കണക്ഷൻ കിട്ടുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ സമയത്താണ് ഈ പുറത്തുനിന്നുള്ള വൈദ്യുതി കൊണ്ടുവരാനുള്ള സംവിധാനം വന്നത്. ഈ പവർ കോറിഡോർ വന്നതുകൊണ്ടാണ് ഈ പവർ കട്ട് ഇല്ലാതായത്. ഇവരുടെ നേട്ടമല്ല, ഇവര് അത് മാത്രമല്ല, 25 വർഷക്കാലത്തേക്ക് 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള കരാറുണ്ടാക്കി ആര്യാടന്റെ കാലത്ത്. 1 കൊല്ലം നമ്മൾ വാങ്ങി, 7 കൊല്ലം ഇവര് വാങ്ങി. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ കമ്പനി വന്നപ്പോൾ ആ കരാർ റദ്ദാക്കി. ഇപ്പൊ 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങിച്ചിരുന്ന വൈദ്യുതി ഇപ്പോൾ 8 രൂപ മുതൽ 14 രൂപ വരെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഭയങ്കര നഷ്ടമാണ്. നമ്മുടെ കാലത്ത് ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡ് ഇപ്പോൾ 50,000 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതൊരു വൈദ്യുതി ബില്ലിൽ പരസ്യമാണ്, അത് ഇതുവരെ പവർ കട്ടില്ലെന്ന്. കള്ളപ്രചരണങ്ങൾ. ഈ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ അത് ഞാൻ പല എന്താ പറയുക പോസ്റ്ററുകളിലും അതുപോലെ തന്നെ വണ്ടികളുടെ ബാക്ക് സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉള്ളത് അറിയണ്ടായിരുന്നില്ല. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളതും നിങ്ങൾ കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്തേക്കും.